ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JM ലേണിംഗ് സെൻറ്റർ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഏകദേശം ഒരു സ്റ്റോറിയുടെ പകുതിയോളം നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാഗിയുടെ കൂടെ മിസ്റ്റർ ഗുപ്ത ആരെ കാണാൻ പോവുകയാണ്? മാഗിയുടെ അമ്മയെ അഥവാ മിസ്സസ് ക്ലിഫോർഡിനെ വിസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മിസ്സസ് ക്ലിഫോർഡ് പറഞ്ഞു, നിങ്ങൾ സിറ്റിംഗ് റൂമിൽ ഇരുന്നോളൂ, ഞാനിപ്പോൾ ഒരു ചായയുമായിട്ട് വരാമെന്ന് പറഞ്ഞെടുത്താണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഇനി നമുക്ക് അതിനെ തുടർന്നുള്ള നെക്സ്റ്റ് പാരഗ്രാഫ് മുതൽ നോക്കാം. മിസ്സസ് ക്ലിഫോർഡ് കെയിം ഇൻ ക്യാരിങ് ദ ടീ ട്രേ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും മിസ്സസ് ക്ലിഫോർഡ് എന്ത് ചെയ്തു? ടീ ട്രേയുമായിട്ട് ചായയുമായിട്ട് വന്നു. ഓൾ ട്രേസ് ഓഫ് ദ കിച്ചൺ ഹാഡ് വാനിഷ്ഡ് ഫ്രം ഹെർ പേഴ്സൺ. എന്തുണ്ടായിരുന്നില്ല? കിച്ചണിൽ നിന്ന് വരികയാണെന്നുള്ള ഒരു അടയാളവും അവരിൽ ഉണ്ടായിരുന്നില്ല. ആസ് വി ഡ്രാങ്ക് ടീ ഐ ടോക്ക്ഡ് അബൌട്ട് ഇന്ത്യ. ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. മിസ്സസ് ക്ലിഫോർഡ് ഷോഡ് മീ എ ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ സൺ. മിസ്സസ് ക്ലിഫോർഡ് അവരുടെ മകൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു. ഇറ്റ് ഹാഡ് ബീൻ ടേക്കൺ ബിഫോർ ഹി ലെഫ്റ്റ്. അവൻ പോകുന്നതിന് മുമ്പ് എടുത്തൊരു ഫോട്ടോ ആയിരുന്നു അത്. ഹിസ് നെയിം വാസ് ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക്. അവൻ്റെ പേരെന്തായിരുന്നു? ഫ്രാങ്ക് അല്ലെങ്കിൽ ഫ്രാൻസിസ്. മാഗി ബ്രോട്ട് ഔട്ട് എ ബുക്ക് ഓഫ് പിക്ചേഴ്സ് ഹി ഹാഡ് സെൻഡ് ഹെർ ഫോർ ഹെർ ബർത്ത്ഡേ. മാഗി ഒരു ബുക്ക് ഓഫ് പിക്ചേഴ്സ്, നിറയെ പിക്ചേഴ്സുള്ളൊരു ബുക്ക് കൊണ്ടുവന്നു. അതെന്തായിരുന്നു? അവളുടെ ബർത്ത്ഡേക്ക് ബ്രദർ അയച്ചതായിരുന്നു. ദർ വർ മെനി പിക്ചേഴ്സ് ഓഫ് ഷിംല ആൻഡ് ദ സറൗണ്ടിങ് മൗണ്ടെയിൻ കൺട്രി. അതിലുണ്ടായിരുന്ന ഭാഗങ്ങൾ, സ്ഥലം ഏതായിരുന്നു? ഷിംലയായിരുന്നു. അതുപോലെ അതിന് ചുറ്റുമുള്ള ആ ഒരു പർവ്വത ഏരിയയിലുള്ള ആ ഒരു സ്ഥലം, അതുമായിരുന്നു അതിൽ ആ ഫോട്ടോയിലൊക്കെ ഉണ്ടായിരുന്നത്. ഓൺ ദ ഇൻസൈഡ് പേജ് വാസ് റിട്ടൺ. ഉള്ളിലൊരു പേജിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ടു മാഗി ഓൺ ഹെർ ബർത്ത്ഡേ ഫ്രം ഹെർ ലവിങ് ബ്രദർ ഫ്രാങ്ക്. ടു മാഗി ഓൺ ഹെർ ബർത്ത്ഡേ ഫ്രം ഹെർ ലവിങ് ബ്രദർ ഫ്രാങ്ക് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൂ ഈസ് ഫ്രാൻസിസ്? ആരാണ് ഫ്രാൻസിസ്? വാട്ട് ഡു യു നോ എബൌട്ട് ഹിം? നിങ്ങൾക്ക് അവനെക്കുറിച്ച് എന്താണ് അറിയുന്നത്? ആരാ ഫ്രാൻസിസ്? ഫ്രാൻസിസ് ഈസ് ദ ബ്രദർ ഓഫ് മാഗി. എന്താ അവനെക്കുറിച്ച് അറിയുന്നത്? എന്താ ചോദിച്ചാൽ, ഹീസ് എ സോൾജിയർ, നൗ ഹീ ഈസ് ഇൻ ഇന്ത്യ അല്ലേ എന്നൊക്കെ പറയാം. മാഗി സെഡ് മിസ്സസ് ക്ലിഫോർഡ്, ഷോ മിസ്റ്റർ ഗുപ്ത ദ റിങ്. അമ്മ മിസ്സസ് ക്ലിഫോർഡ് മാഗി വിളിച്ചിട്ട് പറഞ്ഞു, മാഗി ഷോ മിസ്റ്റർ ഗുപ്ത ദ റിങ്. മിസ്റ്റർ ഗുപ്തയെ ആ റിങ് കാണിക്കൂ. ഹാസ് യുവർ ബ്രദർ സെൻഡ് യുവർ റിങ്? നിനക്ക് നിൻ്റെ ബ്രദർ റിങ് സെൻഡ് ചെയ്തിട്ടുണ്ടോ? ഐ ആസ്ക്ഡ് ഹെർ, ലെറ്റ് മീ സീ വാട്ട് കൈൻഡ് ഓഫ് റിങ് ഇറ്റ് ഈസ്. ഞാൻ എന്ത് തരത്തിലുള്ള റിങ്ങാണ് ഞാൻ നോക്കട്ടെ. ഇറ്റ് ഇസ് എ മാജിക് റിങ്. മാഗി എക്സ്പ്ലെയിൻ. മാഗി പറഞ്ഞു, അതൊരു മാജിക് റിംഗ് ആണ്. ഈ യോഗി ഗേവ് ഇറ്റ് ടു ഫ്രാങ്ക്. അത് ഫ്രാങ്കിനൊരു യോഗി കൊടുത്തതാണ്. ഷീ ബ്രോട്ട് ഇറ്റ് ആൻഡ് ആസ്ക്ഡ്. അവൾ ആ റിങ് കൊണ്ടുവന്നിട്ട് ചോദിച്ചു, ക്യാൻ യു സീ ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ഇൻ ഇറ്റ്? നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ പാസ്റ്റും ഫ്യൂച്ചറും കാണാൻ പറ്റുമോ? ഭൂതകാലവും ഭാവി കാലവും നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ? ഐ ഹാഡ് ഹേർഡ് എ ലോട്ട് എബൌട്ട് ക്രിസ്റ്റൽ ഗേസിങ്. അതെന്തായിരുന്നു? ആ റിങ് എന്തായിരുന്നു? ഒരു ക്രിസ്റ്റൽ ഗേസിങ് ആയിരുന്നു. എ ക്രിസ്റ്റൽ വാസ് സെറ്റ് ഇൻ ദ റിങ്. ഒരു ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഐ ടുക്ക് ഇറ്റ് അപ്പ് ആൻഡ് എക്സാമിൻഡ് ഇറ്റ്. ഞാനത് നോക്കിയിട്ടൊന്ന് പരിശോധിച്ചു. വെൻ ഫ്രാങ്ക് സെൻഡ് ദ റിങ്, മിസ്സസ് ക്ലിഫോർഡ് സെഡ്, ഹി റോട്ട് ദാറ്റ് ഇഫ് യു കോൺസെൻട്രേറ്റ് ഓൺ എ ഡിസ്റ്റൻറ്റ് പേഴ്സൺ ആസ് യു ഗേസ് ഇൻ ടു ഇറ്റ്, യു വിൽ ബി ഏബിൾ ടു സീ ഹിം ആൻഡ് വാട്ട് ഹീ ഈസ് ഡൂയിങ്. ഈ ഒരു ഫ്രാങ്ക് ഈ റിങ് അയച്ചപ്പോൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അമ്മ പറയാണ്, നിങ്ങൾ ഒരു ഡിസ്റ്റൻറ്റ് പേഴ്സൺ, അകലത്തിലൊരു ആളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ ആളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഈ ഒരു മോതിരത്തിലേക്ക്, ഈ റിങ്ങിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആൾ എവിടെ ഉണ്ടെന്നും അയാൾ കാണാനും അയാൾ എന്ത് ചെയ്യാമെന്നും മനസ്സിലാക്കാൻ പറ്റും. ദിസ് ഈസ് വാട്ട് ദ യോഗി ടോൾഡ് ഫ്രാങ്ക്. ഇതാണ് ഫ്രാങ്കിനോട് യോഗി പറഞ്ഞിട്ടുള്ളത്. മാഗി ആൻഡ് ഐ ഹാവ് കോൺസെൻട്രേറ്റഡ് അപ്പോൺ ഇറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഞാനും മാഗിയും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നോക്കി. ബിക്കോസ് വി ഹാവ് നോട്ട് ഹാഡ് എനി ന്യൂസ് ഓഫ് ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കുറേ കാലമായിട്ട് ഫ്രാങ്കിനെ കുറിച്ച് യാതൊരു ന്യൂസും ഇല്ല. ബട്ട് വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു സീ എനിത്തിങ്. പക്ഷെ ഞങ്ങൾക്ക് അതിലൊന്നും കാണാൻ കഴിഞ്ഞില്ല. വൈ ഡോണ്ട് യു ട്രൈ? യു ആർ എ ഹിന്ദു, യു മേ ബി ഏബിൾ ടു ഡു ഇറ്റ്. നിങ്ങൾ ഒന്നുകൂടി ശ്രമിക്കൂ, നിങ്ങളൊരു ഹിന്ദു അല്ലേ, നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയേക്കാം. ഐ റിയലൈസ്ഡ് ദാറ്റ് സൂപ്പർസ്റ്റിഷൻ വാസ് നോട്ട് കൺഫൈൻഡ് ടു ഇന്ത്യ. എനിക്കൊരു കാര്യം മനസ്സിലായി, സൂപ്പർസ്റ്റിഷൻ അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലായി. എന്താണ് സൂപ്പർസ്റ്റിഷൻ? അന്ധവിശ്വാസങ്ങൾ.
I did not have the heart to tell the mother and daughter that the ring was nothing much brass with a piece of ordinary glass struck into it. എനിക്ക് ഈ ഒരു മോതിരം എന്താണ് ഒന്നുമില്ല സാധാ ഒരു ഒരു ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാസ് എന്ന് പറഞ്ഞാൽ പിച്ചള കൊണ്ടുണ്ടാക്കിയ ഒരു റിങ്ങിൽ എന്ത് ചെയ്തതാണ് ഒരു ഗ്ലാസ് വെച്ചതാണെന്നുള്ള കാര്യം എനിക്ക് ആ ഒരു അമ്മയോടും മകളോടും പറയാൻ തോന്നിയില്ല. They believed their Frank had sent them a new and miraculous thing from a distant land, a dream India. അവർ വിശ്വസിക്കുന്നത് എന്താണ്, അവരുടെ മകൻ ഫ്രാങ്ക് എന്തോ ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം അവർക്ക് വളരെ വിദൂരമായിട്ടുള്ള ഇന്ത്യയിൽ നിന്നും അയച്ചു കൊടുത്തതാണെന്ന് അവർ വിശ്വസിക്കുന്നത്. ഹൈ കുഡ് ഐ ഷാറ്റർ ദെയർ ഫെയ്ത്ത്, ഞാൻ എങ്ങനെ അവരുടെ ആ വിശ്വാസം തകർക്കും. Urged by Mrs. Clifford and Maggie, I took the ring into my hand and stared at it intensely for a long time. ഈ മിസ്സസ് ക്ലിഫോർഡിൻ്റെയും മാഗിയുടെയും നിർബന്ധപ്രകാരം ഞാൻ വീണ്ടും ആ റിങ് എടുത്ത് അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ സമയം നോക്കിയിരുന്നു. ഐ കനോട്ട് സീ എനിത്തിങ്, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഐ എക്സ്ക്ലെയിംഡ് അറ്റ് ലാസ്റ്റ് ഗിവിങ് അപ്പ്, അവസാനം ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു കൊണ്ടെന്ന് പറഞ്ഞു. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ദ മദർ ആൻഡ് ഡോട്ടർ വേർ ഡിസപ്പോയിൻറ്റഡ്. ഇതും കൂടി കേട്ടതോടെ ആ അമ്മയും മകളും വളരെയധികം നിരാശപ്പെട്ടു. ടു ചേഞ്ച് ദ സബ്ജക്റ്റ് ഐ സെഡ് ഹിയർ ഇസ് എ വയലിൻ. ആ ഒരു വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് അവരെ ഉത്സാഹഭരിതരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ആ നരേറ്റർ എന്ത് പറഞ്ഞു, ഹിയർ ഇസ് എ വയലിൻ, ഇറ്റ് ഈസ് യുവേഴ്സ് ഇസ്ൻ്റ് ഇറ്റ് മാഗി. ഇവിടെ ഒരു വയലിൻ ഉണ്ടല്ലോ, അത് നിൻ്റെ ആയിരിക്കും അല്ലേ മാഗി? യെസ് മിസ്സസ് ക്ലിഫോർഡ് ആൻസർ. അതിന് അമ്മയാണ് മറുപടി പറഞ്ഞത്. മാഗി പ്ലേസ് ക്വൈറ്റ് വെൽ, മാഗി നന്നായിട്ടത് വായിക്കും. മാഗി പ്ലീസ് പ്ലേ സംതിങ് ഫോർ അസ്, മാഗി പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഓ മദർ, മാഗി ലുക്ക്ഡ് അറ്റ് ഹർ ഇൻ പ്രൊട്ടസ്റ്റ്. പക്ഷേ മാഗിക്ക് താല്പര്യം, മാഗി എതിർപ്പ് പ്രകടിപ്പിച്ചു. മാഗി ഐ പ്ലീഡ് പ്ലീസ് പ്ലേ സംതിങ്. I am very fond of the violin. I have a sister at home about your age. She used to play for me. ഞാൻ മാഗിയെ നിർബന്ധിച്ചു. പ്ലീസ് പ്ലേ സംതിങ്. എനിക്ക് നിൻ്റെ അതേ പ്രായത്തിലുള്ളൊരു സിസ്റ്റർ എൻ്റെ വീട്ടിലുണ്ട്, അവൾ എനിക്ക് വേണ്ടി വയലിനൊക്കെ പ്ലേ ചെയ്യാറുണ്ട്. ദ വേ ഐ പ്ലേ ഈസ് നോട്ട് അറ്റ് ഓൾ വർത്ത് ലിസ്ണിംഗ് ടു, മാഗി സെഡ്. ഞാൻ പ്ലേ ചെയ്യുന്നത് അത്ര നല്ലതൊന്നും ആയിരിക്കില്ല കേൾക്കാൻ എന്നാണ് മാഗി അതിന് റീസൺ പറഞ്ഞത്. മൈ എൻട്രീറ്റീസ് അറ്റ് ലാസ്റ്റ് പെർസോഡഡ് ഹെർ ടു പ്ലേ. എൻ്റെ എൻട്രീറ്റീസ്, നമ്മൾ നേരത്തെ ഈ ഒരു വേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻട്രീറ്റീസ് എന്താണ്, റിക്വസ്റ്റ്, അപേക്ഷകൾ, എൻ്റെ അഭ്യർത്ഥനകൾ അവസാനം എന്ത് ചെയ്തു, പേഴ്സോഡഡ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിച്ചു. മാഗിയെ ആ ഒരു വയലിൻ പ്ലേ ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഐ ഡു നോട്ട് നോ മെനി പീസസ് ഷീ സെഡ്. എനിക്ക് അധികം പീസസ് ഒന്നും അറിയില്ല. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹിയർ, നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം ഏതാണ്? ഷാൽ ഐ ചൂസ് സംതിങ്, ഞാൻ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യട്ടെ, ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കട്ടെ? ഓൾ റൈറ്റ് ദെൻ ഗിവ് മീ യുവർ മ്യൂസിക്, ലെറ്റ് മീ സീ വാട്ട് യു ഹാവ്. എങ്കിൽ നിൻ്റെ മ്യൂസിക് എനിക്ക് തരൂ, ഞാനതിൽ ഏതൊക്കെയാണുള്ളതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഒരു ആൽബം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ്, അതിൽ കുറേ വയലിൻ പ്ലേ ചെയ്യാനുള്ളതുണ്ട്. അതിൽ ഏതാണ് ഇഷ്ടമുള്ളതെന്ന് നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. മാഗി ബ്രോട്ട് ഔട്ട് ആൻ ഓൾഡ് മ്യൂസിക് കേസ് ബൗണ്ട് ഇൻ ബ്ലാക്ക് ലെതർ. ഒരു ബ്ലാക്ക് ലെതറുമായിട്ട് കെട്ടിയിട്ടുള്ള ഒരു മ്യൂസിക് കേസ് മാഗി എടുത്തുകൊണ്ട് വന്നു. മോസ്റ്റ് ഓഫ് ദ പീസസ് വർ ലൈറ്റ് എയേഴ്സ്. അതിലധികം ലൈറ്റ് എയേഴ്സ് ആയിട്ടുള്ള പീസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? ഗുഡ് ബൈ ഡോളി ഗ്രേ, ഹണിസക്കിൾ ആൻഡ് ദ ബീ എക്സെട്ര. ദർ വർ എ ഫ്യൂ റിയലി ഗുഡ്. കുറച്ച് നല്ല പീസസ് ഉണ്ടായിരുന്നു. ദോ ഓൾഡ് ഫാഷൻഡ് വൺസ്, തിങ്സ് ലൈക്ക് റോബിൻ അഡെയർ, ആനി ലോറി, ദ ലാസ്റ്റ് റോസ് ഓഫ് സമ്മർ എക്സെട്ര. ഇതുപോലത്തെ കുറച്ച് അത്യാവശ്യം നന്നായിട്ടുള്ളതും ഉണ്ടായിരുന്നു. ദർ വർ സെവറൽ സ്കോച്ച് സോങ്സ്. പോരാത്തതിന് കുറച്ച് സ്കോച്ച് മീൻസ് സ്കോട്ട്ലാൻഡ്, സ്കോച്ച് സോങ്സും ഉണ്ടായിരുന്നു. സോ ഐ സെലക്റ്റഡ് ദ ബ്ലൂ ബെൽസ് ഓഫ് സ്കോട്ട്ലാൻഡ്. ഞാൻ അവസാനം എന്ത് സെലക്ട് ചെയ്തു? ദ ബ്ലൂ ബെൽസ് ഓഫ് സ്കോട്ട്ലാൻഡ് സെലക്ട് ചെയ്തു. ആൻഡ് ഹാൻഡഡ് മാഗി ദ മ്യൂസിക്. എന്നിട്ട് മ്യൂസിക് മാഗിക്ക് തന്നെ തിരിച്ചു കൊടുത്തു. മാഗി പ്ലേഡ് ആൻഡ് ഐ ഹംഡ് ദ ട്യൂൺ ടു മൈ സെൽഫ്. മാഗി വയലിൻ പ്ലേ ചെയ്തു, ഞാൻ ആ ഒരു ട്യൂൺ ഇങ്ങനെ മൂളിക്കൊണ്ടിരുന്നു. വെൻ ദ സോങ് വാസ് ഓവർ ഐ പ്രൈസ്ഡ് ഹെർ പ്ലേയിങ് ലാവിഷ്ലി ആസ് ഐ താങ്ക്ഡ് ഹെർ. ആ ഒരു സോങ് കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ വളരെയധികം പ്രശംസിച്ചു. മാഗി ഹാസ് നെവർ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി.
മിസ്സിസ് ക്ലിഫോർഡ് സെഡ്. മിസ്സിസ് ക്ലിഫോർഡ് അമ്മ എന്ത് പറഞ്ഞു? മാഗിക്ക് പഠിക്കാനുള്ളൊരു അവസരം, ഓപ്പർച്യൂണിറ്റിയും നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവൾക്കൊരു അവസരം കിട്ടിയിട്ടില്ല. ഷീ ഹാസ് ലേൺഡ് വാട്ട് ഷീ നോസ് ബൈ ഹെർസെൽഫ്. അവൾക്ക് അറിയുന്നത് മാത്രമേ അവൾ പഠിച്ചിട്ടുള്ളൂ. ഇഫ് ആ സർക്കംസ്റ്റൻസസ് എവർ ഇംപ്രൂവ് ഐ ഷോൾ അറേഞ്ച് ഫോർ ഹെർ ടു ഹാവ് ലെസൺസ്. ഞങ്ങളുടെ സർക്കംസ്റ്റൻസസ് എന്ന് ഞങ്ങളുടെ ഒരു സാഹചര്യം, ഞങ്ങളുടെ ചുറ്റുപാടുകളൊക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, എങ്ങനെയെങ്കിലും മെച്ചപ്പെടുകയാണെങ്കിൽ ഞാൻ അവളെ പഠിപ്പിക്കും. ഐ വാസ് ഫീൽഡ് വിത്ത് ഓൺ മൈ വേ ബാക്ക് ഐ വാസ് ഫീൽഡ് വിത്ത് അസ്റ്റോണിഷ്മെൻറ്റ്. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ആകെ അല്ലെങ്കിൽ ഒരു അമ്പരപ്പിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ദി ഇൻസിഡൻറ്റ് ടച്ച് മീ വെരി ഡീപ്ലി. ഈ ഒരു സംഭവം എന്നെ വളരെയധികം ടച്ച് ചെയ്തു. 3 months passed. I visited Maggie and her mother several times at their home and took Maggie to see the zoo once. She rode the elephant Indian Raja like all other boys and girls. How delighted she was. എന്താ പറഞ്ഞത്? ആ 3 മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാഗിയെയും അവളുടെ അമ്മയെയും വിസിറ്റ് ചെയ്തു. മാഗിയെ ഒരിക്കൽ ഞാനൊരു സൂ എന്ന് പറഞ്ഞാൽ മൃഗശാല കാണാൻ കൊണ്ടുപോയി. അവിടെ ഇന്ത്യൻ രാജ എന്ന പേരുള്ള എലഫൻറ്റിനെ പുറത്ത് അവളെ റൈഡ് ചെയ്യിച്ചു. മറ്റു ബോയ്സിനെയും ഗേൾസിനെയൊക്കെ പോലെ റൈഡ് ചെയ്യിച്ചു. അപ്പോൾ അവൾക്ക് ഭയങ്കര എന്തൊരു സന്തോഷമായിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് നോ ന്യൂസ് ഹാഡ് കം ഫ്രം ഹെർ ബ്രദർ. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവളുടെ ബ്രദറിൽ നിന്നും യാതൊരു വിവരവും കിട്ടിയില്ല. ഏർജ്ഡ് ബൈ മിസ്സിസ് ക്ലിഫോർഡ് ഐ വെൻറ്റ് ടു ഇന്ത്യ ഹൗസ് വൺ ഡേ ആൻഡ് മെയ്ഡ് ഇൻക്വയറീസ്. മിസ്സിസ് ക്ലിഫോർഡിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ഒരിക്കൽ ഇന്ത്യ ഹൗസിലേക്ക് പോയിട്ട് അന്വേഷിച്ചു. ഐ വാസ് ടോൾഡ് ദ റെജിമെൻറ്റ് ടു വിച്ച് ഫ്രാങ്ക് ബിലോങ്ഡ് വാസ് ഫൈറ്റിംഗ് ഓൺ ദ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ. എനിക്ക് കിട്ടിയ വിവരം എന്തായിരുന്നു വെച്ചാൽ ഫ്രാങ്ക് ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു റെജിമെൻറ്റ് അവർ അതിർത്തിയിൽ യുദ്ധം ചെയ്യുകയാണെന്നാണ് എനിക്ക് വിവരം കിട്ടിയത്. മിസ്സിസ് ക്ലിഫോർഡ് ബിക്കെയിം എക്സ്ട്രീംലി വറീഡ് വെൻ ഷീ ഹേർഡ് ഇറ്റ്. ഇത് കേട്ടതോടുകൂടി മിസ്സിസ് ക്ലിഫോർഡ് വളരെയധികം വിഷമിച്ചു. വൺ ഡേ ഐ റിസീവ്ഡ് എ പോസ്റ്റ് കാർഡ് ഫ്രം മാഗി ഷീ റോട്ട്. ഒരു ദിവസം എനിക്ക് മാഗിയുടെ കയ്യിൽ നിന്നും ഒരു പോസ്റ്റ് കാർഡ് ലഭിച്ചു. അതിലെന്താ? ആ പോസ്റ്റ് കാർഡിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? Dear Mr. Gupta, my mother is very ill. I have not been able to go to work for a week. We shall be extremely grateful if you take the trouble to come to see us, Maggie. അമ്മയ്ക്ക് തീരെ സുഖമില്ല. എനിക്കാണെങ്കിൽ ഒരാഴ്ചയായിട്ട് ജോലിക്ക് പോകാനും പറ്റിയിട്ടില്ല. ഞങ്ങളെ വന്നൊന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ഗ്രേറ്റ്ഫുൾ, വളരെയധികം നന്ദി ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈ വാസ് മാഗി അനേബിൾ ടു ഗോ ടു വർക്ക്? മാഗിക്ക് ജോലിക്ക് പോകാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? ഹർ മദർ വാസ് വെരി ഇൽ. അതുകൊണ്ടായിരുന്നു ജോലിക്ക് പോകാൻ പറ്റാതിരുന്നത്. ഐ ഹാഡ് ടോൾഡ് ദ ഫാമിലി വിത്ത് ഹൂം ഐ ലിവ്ഡ് എബൌട്ട് മാഗി ആൻഡ് ഹെർ മദർ. ഞാൻ ഒരു ഫാമിലിയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. ആ ഫാമിലിയോട് ഞാൻ ആരെക്കുറിച്ച് പറഞ്ഞു? മാഗിയെയും അവളുടെ അമ്മയെയും കുറിച്ച് പറഞ്ഞു. അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്പോക്ക് ഓഫ് ദ ലെറ്റർ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ ആ ലെറ്ററിനെ കുറിച്ചും സംസാരിച്ചു. മൈ ഹോസ്റ്റസ് സെഡ്. എൻ്റെ ഹോസ്റ്റസ്, ആ വീട്ടിലെ അവർ പറഞ്ഞു, വെൻ യു ഗോ ടേക്ക് സം മണി വിത്ത് യു. നീ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? കുറച്ച് ക്യാഷ് നിൻ്റെ കയ്യിൽ കരുതണം. ദ ഗേൾ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. ആ പെൺകുട്ടിക്ക് ഒരാഴ്ചയായിട്ട് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഷീ ഹാഡ് നോട്ട് റിസീവ്ഡ് എനി പേ. അതുകൊണ്ട് തന്നെ അവൾക്ക് കാര്യമായിട്ട് ക്യാഷൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദേ ആർ ഹാർഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യിൽ പണമില്ലാതെ പണമില്ലാത്തൊരു അവസ്ഥയാണ് ഹാർഡപ്പ്. അപ്പോൾ മിക്കവാറും അവർ ഒരു ഹാർഡപ്പായിരിക്കുമെന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ അവർക്ക് കയ്യിൽ ഇപ്പോൾ പണമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ടുക്ക് സം മണി ആൻഡ് സെറ്റ് ഔട്ട് ഫോർ ലാംബത്ത്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു? ലാംബത്തിലേക്ക് പോവാണ്. ഐ നോക്ക്ഡ് അറ്റ് ദ ഡോർ. മാഗി ഓപ്പൺഡ് ഇറ്റ്. ഞാൻ വാതിൽ മുട്ടി. മാഗി തുറന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് മിസ്റ്റർ ഗുപ്ത ടേക്ക് സം മണി വിത്ത് ഹിം വെൻ ഹി വെൻറ്റ് ടു സീ മിസ്സിസ് ക്ലിഫോർഡ്? മിസ്സിസ് ക്ലിഫോർഡിനെ കാണാൻ പോകുന്ന സമയത്ത് എന്തിനായിരുന്നു മിസ്റ്റർ ഗുപ്ത കയ്യിൽ കുറച്ച് ക്യാഷ് എടുത്തതെന്നാണ് ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഒരാഴ്ചയായിട്ട് മാഗിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും അവർക്ക് വളരെ കുറഞ്ഞ ശമ്പളമേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ജോലിക്ക് പോകാതിരുന്നാൽ എന്തായിരിക്കും? ഉള്ളതും ഇല്ലാതിരിക്കും. അപ്പോൾ പൈസയ്ക്ക് വേണ്ടി അത്യാവശ്യം ബുദ്ധിമുട്ടിലായിരിക്കും എന്നാണ് ഈ ഒരു ഹോസ്റ്റസ് പറഞ്ഞത്. പണത്തിന് അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഹോസ്റ്റസ് പറഞ്ഞതിനനുസരിച്ച് എന്ത് ചെയ്യാണ്? മിസ്റ്റർ ഗുപ്ത കുറച്ച് മണി കയ്യിൽ കരുതുകയാണ്. She was looking much pulled down. Her eyes were hollow and ringed. Oh, thank you, Mr. Gupta, she exclaimed when she saw me. It is so kind of you. She was looking much pulled down.
പുൾഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം വളരെ വീക്കായിരിക്കും, കാഴ്ചയിൽ തന്നെ ആരോഗ്യം കുറഞ്ഞ പോലെ തോന്നും. അപ്പോൾ മാഗിയെ കണ്ടാൽ തന്നെ വളരെയധികം ഒരു പുൾഡ് ഡൗൺ, ഒരു ആരോഗ്യമൊക്കെ ക്ഷയിച്ച പോലെയായിരുന്നു. ഹെർ ഐസ് were hollow ആൻഡ് റിങ്ഡ്, അവൾ കണ്ണുകളൊക്കെ കുഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ താങ്ക് യു മിസ്റ്റർ ഗുപ്ത, ഷീ എക്സ്ക്ലെയിംഡ് വെൻ ഷീ സോ മീ. എന്നെ കണ്ടപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു. ഹൗ ഈസ് യുവർ മദർ മാഗി, ഐ ആസ്ക്ഡ്. എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മാഗി? ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ. ഇപ്പോൾ അവർ ഉറങ്ങുകയാണ്. ഹർ കണ്ടീഷൻ ഈസ് വെരി സീരിയസ്. ദ ഡോക്ടർ സേസ് ഇറ്റ് ഈസ് അഗ്രവേറ്റഡ് ബൈ ഹർ ആങ്സൈറ്റി ഓവർ ഫ്രാങ്ക്. അവരുടെ കണ്ടീഷൻ ഭയങ്കര സീരിയസ് ആണ്. ഡോക്ടർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു അവസ്ഥയിലേക്ക് അവരുടെ അസുഖം കൂടുതൽ വഷളാവുക, അഗ്രവേറ്റഡ് എന്ന് പറഞ്ഞാൽ ഉള്ളൊരു ഇത് കൂടുതൽ വഷളാവുക, കൂടുതൽ മോശമാവുക, അങ്ങനെ ആവാനുള്ളൊരു കാരണം ഫ്രാങ്കിൻ്റെ മേലുള്ള ആ ഒരു ഉത്കണ്ഠയാണ്, ആ ഒരു ആകാംക്ഷയാണ് അങ്ങനെ അതിലേക്ക് അവരെ എത്തിച്ചത്. ദർ ഈസ് നോ ന്യൂസ് ഫ്രം ഹിം എറ്റ്. ഇതുവരെ അവനിൽ നിന്നും ഒരു ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഷീ മെ നോട്ട് ലീവ്. അമ്മ ചിലപ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നാണ് മാഗി പറയുന്നത്. ഐ ട്രൈഡ് ടു കൺസോൾ മാഗി. ഞാൻ മാഗിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഡ്രൈയിങ് ഹെർ ഐസ് വിത്ത് മൈ ഹാൻഡ് കർച്ചീഫ്. എൻ്റെ ഹാൻഡ് കർച്ചീഫ് കൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചു. മാഗി കൺട്രോൾഡ് ഹെർസെൽഫ് വിത്ത് ആൻ എഫേർട്ട് ആൻഡ് സെഡ്. മാഗി സ്വയം കൺട്രോൾ ചെയ്തിട്ട് പറഞ്ഞു, ഐ ഹാവ് റിക്വസ്റ്റ് ടു മേക്ക് ഓഫ് യു മിസ്റ്റർ ഗുപ്ത. മിസ്റ്റർ ഗുപ്ത, എനിക്ക് താങ്കളോട് റിക്വസ്റ്റ് ഉണ്ട്. വാട്ട് ഈസ് ഇറ്റ് മാഗി, ഐ ആസ്ക്ഡ്. കമ്മിങ് ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു. നിങ്ങൾ ആ സിറ്റിംഗ് റൂമിലേക്ക് ഒന്ന് വരൂ, ഞാൻ പറയാം. ഷീ ആൻസേർഡ്. വി tiptoed carefully into the sitting room lest the sound of our footsteps should disturb the sick woman. ഞങ്ങൾ ടിപ്റ്റോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാൽവിരലിൽ നടക്കുക, എന്താണെന്ന് വെച്ചാൽ ആ സൗണ്ടൊന്നും കേൾക്കാതെ നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെല്ലെ സിറ്റിംഗ് റൂമിലേക്ക് ഞങ്ങൾ പോയി. അല്ലെങ്കിൽ എന്തായിരിക്കും, ആ സിക്ക് വുമൺ അവിടെ മിസ്സിസ് ക്ലിഫോർഡ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് അവർ ഉണർത്തും. ഐ ടേൺഡ് വെൻ ഐ റീച്ച് ദ സെൻറ്റർ ഓഫ് ദ റൂം ആൻഡ് റിമൈൻഡ് സ്റ്റാൻഡിങ് ദർ. ഞാൻ ആ റൂമിൻ്റെ സെൻറ്ററിലേക്ക് എത്തിയപ്പോൾ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. വാട്ട് ഈസ് ഇറ്റ് മാഗി, ഐ റിപ്പീറ്റഡ് മൈ ക്വസ്റ്റ്യൻ. എന്താണ് ആ കാര്യം മാഗി? മാഗി ഗേസ്ഡ് അപ്പ് ഇൻ ടു മൈ ഫേസ് വിത്ത് ബിസീച്ചിങ് ഐസ്. മാഗി എന്നെ തന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കി വിത്ത് ബിസീച്ചിങ് ഐസ്. ബിസീച്ചിങ് എന്ന് പറയുന്നത് യാചിക്കുന്ന പോലെ അല്ലെങ്കിൽ കെഞ്ചി പറയുന്ന പോലെ എന്നെ നോക്കി. ഐ വെയിറ്റഡ്, ഞാൻ കാത്തു നിന്നു. ദെൻ ഷീ കവേർഡ് ഹെർ ഫേസ് വിത്ത് ഹെർ ഹാൻഡ്സ് ആൻഡ് വെപ്റ്റ് സൈലൻ്റ്ലി. പിന്നീട് അവൾ മുഖം പൊത്തി മെല്ലെ സൈലൻ്റായിട്ട് കരയാൻ തുടങ്ങി. ഐ വാസ് ഇൻ എ ഫിക്സ്. വാട്ട് കുഡ് ഐ സേ ടു കൺസോൾ ദിസ് ചൈൽഡ്. ഞാൻ ആകെ ബുദ്ധിമുട്ടി. ഈ ഒരു കുട്ടിയെ ഞാൻ എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക? ഹർ ബ്രദർ വാസ് ഫൈറ്റിംഗ് ഓൺ ദ ഫ്രണ്ടിയർ. അവളുടെ ബ്രദർ ആണെങ്കിൽ അതിർത്തിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലി ഗോഡ് ന്യൂ വെദർ ഹി വാസ് എലൈവ് ഓർ ഡെഡ്. ആ ബ്രദർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് വരെ ദൈവത്തിനെ അറിയാൻ പറ്റുള്ളൂ. ഹർ മദർ വാസ് ദ ഓൺലി പേഴ്സൺ ഷീ ഹാഡ് ഓൺ എർത്ത്. ഇനി ഭൂമിയിൽ ബാക്കി അവശേഷിക്കുന്നത് അവളുടെ അമ്മ മാത്രമാണ്. ഇഫ് ഷീ ലോസ്റ്റ് ഹെർ വാട്ട് വുഡ് ഹാപ്പൻ. ഇനി മാഗിക്ക് അവളുടെ അമ്മ കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? വേർ ഇൻ ലണ്ടൻ കുഡ് ദിസ് ഗേൾ ഓൺ ദ ത്രഷോൾഡ് ഓഫ് അഡോൾസൻസ് ഗോ. ഈ ഒരു പ്രായത്തിൽ ഈ കുട്ടി ലണ്ടനിൽ എങ്ങോട്ട് പോകാനാണ്? ഐ പുൾഡ് ഹെർ ഹാൻഡ്സ് എവേ ഫ്രം ഹെർ ഫേസ്. ഞാൻ അവളുടെ മുഖത്തു നിന്നും കൈകൾ എടുത്തു. മാഗി ടെൽ മീ വാട്ട് യു വിഷ് മീ ടു ഡു. മാഗി, നീ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യം എന്താണ്? ഇഫ് ദർ ഈസ് എനിത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ് യു ഐ ഷാൽ നോട്ട് ഹെസിറ്റേറ്റ്. നിന്നെ സഹായിക്കാൻ എനിക്ക് എന്ത് ചെയ്യാനും എനിക്ക് മടിയില്ല. മിസ്റ്റർ ഗുപ്ത, ദ ഗേൾ സെഡ്, ഐ ഡു നോട്ട് നോ വാട്ട് യു വിൽ തിങ്ക് ഓഫ് ദ റിക്വസ്റ്റ് ഐ എം ഗോയിങ് ടു മേക്ക്. എനിക്കറിയില്ല നിങ്ങൾ എന്താണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന റിക്വസ്റ്റിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുക എന്ന് എനിക്കറിയില്ല. പ്ലീസ് ഫോർഗിവ് മീ ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ്. അതൊരു വലിയൊരു തെറ്റാണെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ഡു യു വിഷ് ടു ആസ്ക്. നീ എന്താണ് എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? All day yesterday mother kept saying that if Mr. Gupta would come and gaze into the crystal, he might learn something about Frank. ഇന്നലെ മുഴുവൻ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? മിസ്റ്റർ ഗുപ്ത ഒന്ന് വന്നിട്ട് ആ ഒരു ക്രിസ്റ്റലിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും അദ്ദേഹത്തിന് ഫ്രാങ്കിനെ കുറിച്ചുള്ള വിവരം കിട്ടും. മിസ്റ്റർ ഗുപ്ത ഈസ് എ ഹിന്ദു. മിസ്റ്റർ ഗുപ്ത ഒരു ഹിന്ദു മതവിശ്വാസിയാണ്. ഷീ സെഡ് ഇഫ് ഓൺലി ഹീ വുഡ് കം. ഷീ സെഡ് ദാറ്റ്സ് വൈ ഐ റോട്ട് യു. അദ്ദേഹം വരികയാണെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. ഇഫ് യു വാണ്ട് മീ ടു ട്രൈ വൺസ് മോർ ഗോ ആൻഡ് ബ്രിങ് മീ ദ റിംഗ് മാഗി. ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. ഇഫ് യു വാണ്ട് മീ ടു ട്രൈ വൺസ് മോർ
ഞാൻ ഒരു വട്ടം കൂടെ ഞാനത് ശ്രമിക്കണമെങ്കിൽ ഗോ ആൻഡ് ബ്രിങ് മീ ദ റിങ് മാഗി, നീ പോയിട്ട് ആ റിങ് ഒന്ന് കൊണ്ടുവരൂ മാഗി. ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്, ഞാൻ തീർച്ചയായും ഞാനത് ചെയ്യാം. ബട്ട് ഇഫ് യു ഡോണ്ട് സീ എനിത്തിങ് അഗെയിൻ ദിസ് ടൈം, ഈ സമയത്തും അപ്പോൾ നിങ്ങൾ ഒന്നും കണ്ടില്ലെങ്കിൽ, ഐ അണ്ടർസ്റ്റുഡ് വാട്ട് മാഗി മെൻറ്റ്, മാഗി എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഐ വാസ് സൈലൻറ്റ്, ഞാൻ നിശബ്ദനായിരുന്നു. മിസ്റ്റർ ഗുപ്ത, ഐ ഹാവ് റെഡ് ഇൻ ബുക്സ് ദാറ്റ് ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ്. ഞാൻ പുസ്തകങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട് ഹിന്ദുസ് എങ്ങനെയാണ്, അവർ സത്യം ഇഷ്ടപ്പെടുന്നവരാണ്, സത്യത്തെ സ്നേഹിക്കുന്നവരാണ്. ഇഫ് യു കുഡ് ബ്രിങ് യുവർ സെൽഫ് ടു ടെൽ മദർ ഓൺലി വൺസ്, നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും അമ്മയോട് അത് പറയാൻ കഴിഞ്ഞെങ്കിൽ, ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ, ആ ക്രിസ്റ്റലിലേക്ക് നോക്കിയിട്ട്, ദാറ്റ് എന്താണ് പറയേണ്ടത്, ദാറ്റ് ഫ്രാങ്ക് ഈസ് ഓൾ റൈറ്റ്, ദാറ്റ് ഹീസ് അലൈവ്, ഫ്രാങ്കിന് ഒരു കുഴപ്പമില്ല, ഫ്രാങ്ക് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ, വിൽ ഇറ്റ് ബി ടു മച്ച് ഓഫ് എ ലൈ, അതൊരു വലിയൊരു കളവാകുമോ, വിൽ ഇറ്റ് ബി വെരി വെരി റോങ്, അത് വലിയ തെറ്റായി മാറുമോ. ആസ് ഷീ സ്പോക്ക് ടിയേഴ്സ് സ്ട്രീംഡ് ഫ്രം ഹർ ഐസ്, അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടിയേഴ്സ്, കണ്ണുനീര്, സ്ട്രീംഡ് ഫ്രം ഹർ ഐസ്, സ്ട്രീം എന്ന് പറഞ്ഞാൽ ചാലിട്ടൊഴുകി, അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് റിക്വസ്റ്റ് ഡിഡ് മാഗി മേക്ക് ടു മിസ്റ്റർ ഗുപ്ത, മാഗി മിസ്റ്റർ ഗുപ്തയോട് എന്ത് റിക്വസ്റ്റാണ് ചെയ്തത്, എന്തായിരുന്നു റിക്വസ്റ്റ്, ഒരു തവണ കൂടെ ആ ക്രിസ്റ്റൽ ഗേസിലേക്ക് നോക്കിയിട്ട് അമ്മയോട് പറയണം, ഫ്രാങ്ക് ഈസ് ഓൾ റൈറ്റ് ആൻഡ് ഹീ ഈസ് അലൈവ്. നമുക്ക് നോക്കാം. ഐ തോട്ട് ഇറ്റ് ഓവർ, ഞാൻ അതിനെക്കുറിച്ച് കുറേ ചിന്തിച്ചു. ഐ എം നോട്ട് വെരി വിർച്വസ്, ഞാൻ അത്ര നന്മയുള്ളവനൊന്നും അല്ല. ഐ ഹാവ് ഡൺ മൈ സിൻഫുൾ തിങ്സ്, ഞാൻ കുറേ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഐ ഡിസൈഡഡ് ടു ഡു ദിസ്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ തീരുമാനിച്ചു. ഇറ്റ് വുഡ് ബി ദ ലീസ്റ്റ് ഓഫ് മൈ ഒഫൻസസ്, ചിലപ്പോൾ അതെന്തായിരിക്കും, ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളിൽ ഏറ്റവും ചെറുതായിരിക്കും ഈ ഒരു കാര്യം. പ്ലീസ് മാഗി ഡോണ്ട് ക്രൈ, മാഗി നീ കരയരുത്. വെർ ഇസ് ദ റിങ്, എവിടെ റിങ് എവിടെ, ലെറ്റ് മീ ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ദിസ് ടൈം, ഞാൻ അതിലേക്ക് ഒന്നുകൂടെ നന്നായി നോക്കട്ടെ. ഇഫ് ഐ ഡു നോട്ട് സീ എനിത്തിങ് ഐ ഷാൽ ഡു ആസ് യു സജസ്റ്റ്, ഇത്തവണ ഞാനൊന്നും കാണുന്നില്ല എങ്കിൽ ഞാൻ നീ പറഞ്ഞ പോലെ ചെയ്യാം. ഗോഡ് വിൽ ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് റോങ്, അഥവാ അത് തെറ്റാണെങ്കിൽ, അത് ശരിയല്ലെങ്കിൽ എന്നോട് ദൈവം അത് പുറത്തു തരും. മാഗി ബ്രോട്ട് മീ ദ റിങ്, മാഗി എനിക്ക് ആ റിങ് കൊണ്ടുവന്ന് തന്നു. ഐ ടുക്ക് ഇറ്റ് ആൻഡ് സെഡ്, സീ ഇഫ് യുവർ മദർ ഈസ് എവേക്ക്, നീ പോയിട്ട് അമ്മ എണീറ്റിട്ടുണ്ടോ എന്ന് നോക്ക്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ വാസ് ദ ക്രിസ്റ്റൽ റിങ് സോ സ്പെഷ്യൽ ടു മിസ്സിസ് ക്ലിഫോർഡ്, മിസ്സിസ് ക്ലിഫോർഡിന് ആ ക്രിസ്റ്റൽ റിങ് അത്രയും സ്പെഷ്യൽ ആവാനുള്ള കാരണം എന്താണ്, അത് ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്നും അവർക്ക് അയച്ചു തന്നതാണ്, ഒരു യോഗി തന്നതാണ് എന്ന് പറഞ്ഞിട്ട് അയച്ചതാണ്. അതിൽ അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇതിലേക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അയാളെക്കുറിച്ച് നല്ല വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രാങ്കിനെ കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരവുമില്ല. അപ്പോൾ ഫ്രാങ്കിനെ കുറിച്ച് അറിയേണ്ടത് ഇവരുടെ ഒരു അത്യാവശ്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റൽ റിങ് എന്ന് പറയുന്നത് മിസ്സിസ് ക്ലിഫോർഡിൻ്റെ അത്രയും സ്പെഷ്യലായിരുന്നു. 15 മിനിറ്റ്സ് പാസ്ഡ് ബിഫോർ മാഗി കെയിം ബാക്ക്, 15 മിനിറ്റിന് ശേഷം മാഗി വന്നു. മദർ ഈസ് അവേക്ക് ഷീ സെഡ്, മദർ ഉണർന്നിട്ടുണ്ട്. ഐ ഹാവ് ടോൾഡ് ഹർ യു ആർ ഹിയർ, ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളിവിടെ വന്നിട്ടുണ്ടെന്ന്. മേ ഐ സീ ഹർ നൗ, എനിക്കിപ്പോൾ അവരെ കാണാൻ പറ്റുമോ, പ്ലീസ് കം. ഐ അപ്രോച്ച് ദ മദേഴ്സ് ബെഡ് സൈഡ്, ഞാൻ മദറിൻ്റെ അടുത്തേക്ക്, മദർ കിടക്കുന്ന അവിടെ ബെഡ് സൈഡിലേക്ക് പോയി. ദ റിങ് വാസ് ഇൻ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ ആ മോതിരം ഉണ്ടായിരുന്നു. വിഷിംഗ് ഹർ എ ഗുഡ് മോർണിംഗ് ഐ സെഡ്, ഞാൻ അവർക്കൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു. മിസ്സിസ് ക്ലിഫോർഡ്, യുവർ സൺ ഈസ് അലൈവ്, ഹീ ഈസ് വെൽ. മിസ്സിസ് ക്ലിഫോർഡ്, നിങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, അവനൊരു യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ദ ഓൾഡ് വുമൻ റേസ്ഡ് ഹർ ഹെഡ് എ ലിറ്റിൽ ഓഫ് ദ പില്ലോ, ആ വയസ്സായിട്ടുള്ള അമ്മ എന്ത് ചെയ്തു, ആ പില്ലോ മീൻസ് തലയണയിൽ നിന്നും തല മെല്ലെ ഉയർത്തി. ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ, നിങ്ങളത് ക്രിസ്റ്റലിൽ കണ്ടോ, ഷീ ആസ്ക്ഡ്, അവർ ചോദിച്ചു. യെസ് മിസ്സിസ് ക്ലിഫോർഡ്, ഐ ആൻസേർഡ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മടി. ഞാൻ ഒരു മടിയും കൂടാതെ അതിന് ആൻസർ പറഞ്ഞു. യെസ് ഐ ഹാവ് സീൻ ഇറ്റ്, ഞാനത് കണ്ടു. ഹർ ഹെഡ് ഡ്രോപ്ഡ് ബാക്ക്, അവർ തല താഴ്ത്തി. ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഹർ ഐസ്, അവരുടെ കണ്ണുകളിൽ നിന്നും സന്തോഷത്തിൻ്റെ കണ്ണുനീർ
ഒഴുകി. ഷീ വിസ്പേർഡ് ഫെയിൻറ്റ്ലി. ഷീ വിസ്പേർഡ് ഫെയിൻറ്റ്ലി. അവർ ദുർബലമായി മന്ത്രിച്ചു. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മെല്ലെ മന്ത്രിക്കുന്നത് പോലെ ചെറിയ ശബ്ദത്തിൽ പറയുന്നതാണ്. ഫെയിൻറ്റ്ലി എന്ന് പറഞ്ഞാൽ ദുർബലമായി. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മിസ്സിസ് ക്ലിഫോർഡ് റിക്കവേർഡ്. മിസ്സിസ് ക്ലിഫോർഡിന് അസുഖം ഭേദമായി. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ഫോർ മീ ടു റിട്ടേൺ ടു മൈ കൺട്രി. എനിക്ക് എൻ്റെ രാജ്യത്തേക്ക് തിരിച്ച് അഥവാ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനുള്ള സമയം ഏകദേശമായി. ഐ വിഷ്ഡ് ടു ഗോ ടു ലാംബത്ത് ടു സേ ഗുഡ് ബൈ ടു മാഗി ആൻഡ് ഹെർ മദർ. ഞാൻ ലാംബത്തിൽ പോയിട്ട് മാഗിയെയും അവരുടെ അമ്മയെയും കണ്ടിട്ട് ഒരു ഗുഡ് ബൈ പറയാൻ ആഗ്രഹിച്ചു. ബട്ട് ദ ഫാമിലി വാസ് ഇൻ മോർണിംഗ്. പക്ഷേ ആ ഫാമിലി എന്തായിരുന്നു? മോർണിംഗിലായിരുന്നു. മോർണിംഗ് എന്ന് പറഞ്ഞാൽ ദുഃഖാചരണം. അവർ ഒരു ദുഃഖാചരണത്തിലായിരുന്നു. ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റിംഗ് ഓൺ ദ ഫ്രണ്ടിയർ. അതിർത്തിയിലായ യുദ്ധത്തിൽ ഫ്രാങ്ക് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. എ മന്ത് എഗോ മാഗി ഹാഡ് സെൻഡ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. ഒരു മാസം മുമ്പ് മാഗി എനിക്കൊരു ബ്ലാക്ക് ബോർഡർ ഉള്ള ഒരു കാർഡ് അയച്ചിട്ടുണ്ടായിരുന്നു. ഐ കാൽക്കുലേറ്റഡ് ഫ്രം ദ ഡേറ്റ് ആൻഡ് ഫൗണ്ട് ദാറ്റ് ഫ്രാങ്ക് ഹാഡ് ബീൻ ഡെഡ് സം ഡേയ്സ് വെൻ ഐ ടോൾഡ് ഹിസ് മദർ ഹി വാസ് അലൈവ് ആൻഡ് വെൽ. ഞാൻ ഫ്രാങ്കിൻ്റെ അമ്മയോട് അഥവാ മാഗിയുടെ അമ്മയോട് അവന് യാതൊരു കുഴപ്പവുമില്ല, ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പറഞ്ഞ ആ സമയം ആയപ്പോഴേക്കും ഏകദേശം ഫ്രാങ്ക് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. ഐ ഫെൽറ്റ് അഷെയിംഡ് ടു ഫേസ് മിസ്സിസ് ക്ലിഫോർഡ്. അതുകൊണ്ട് തന്നെ എനിക്ക് മിസ്സിസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ, നേരിടാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി, എനിക്ക് ഒരു മടി തോന്നി. സോ ഐ റോട്ട് എ ലെറ്റർ ടു ദം. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കൊരു ലെറ്റർ എഴുതി. അനൗൺസിങ് മൈ ഡിപ്പാച്ചർ ആൻഡ് ബിഡിങ് ദം ഗുഡ് ബൈ. എൻ്റെ ഞാൻ യാത്ര തിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും അവരോടൊരു ഗുഡ് ബൈ പറഞ്ഞിട്ടും. ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ വാസ് മിസ്റ്റർ ഗുപ്ത അഷേംഡ് ടു ഫേസ് മിസ്സിസ് ക്ലിഫോർഡ്? എന്തുകൊണ്ടായിരുന്നു മിസ്റ്റർ ഗുപ്തയ്ക്ക് മിസ്സിസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ കഴിയാതിരുന്നത്? എന്തായിരുന്നു കാരണം? മിസ്സിസ് ക്ലിഫോർഡ് സുഖമില്ലാതിരുന്ന സമയത്ത് മിസ്റ്റർ ഗുപ്ത ആ ക്രിസ്റ്റലിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഫ്രാങ്ക് ഈസ് അലൈവ്, ഹീസ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയം ആയപ്പോഴേക്ക് ഏകദേശം ഫ്രാങ്ക് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് പിന്നീടാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഒരു നുണ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നീട് മിസ്സിസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ അദ്ദേഹത്തിന് മടിയായി. ദ മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ഡോണ്ട്. ലണ്ടനിലെ എൻ്റെ അവസാനത്തെ ദിവസം പ്രഭാതമായി. ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്. എനിക്ക് രാത്രിക്ക് മുമ്പേ എനിക്ക് ഇവിടം വിട്ടു പോകണം. ആസ് ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് ദ ഫാമിലി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ഫാമിലിയുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. ആ ഫാമിലിയുടെ കൂടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ബ്രേക്ക്ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. നോക്ക് എന്ന് പറഞ്ഞാൽ വാതിലിന് മുട്ടുന്നത്. വാതിലിൽ ഒരു മുട്ട് കേട്ടു. എ മിനിറ്റ് ഓർ ടു ലേറ്റർ ദ മെയ്ഡ് കെയിം ഇൻ ആൻഡ് അനൗൺസ്ഡ്. 1-2 മിനിറ്റിന് ശേഷം അവിടുത്തെ സെർവൻറ്റ് വന്നിട്ട് പറഞ്ഞു, പ്ലീസ് മിസ്റ്റർ ഗുപ്ത, മിസ് ക്ലിഫോർഡ് ഹാസ് കം ടു സീ യു. മിസ്റ്റർ ഗുപ്ത, മിസ് ക്ലിഫോർഡ് നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്. ഓപ്പോസിറ്റ് ഓഫ് ഫിനിഷ്ഡ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടില്ലായിരുന്നു. മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ. മാഗി വന്നിട്ടുണ്ട് എന്നോട് ഗുഡ് ബൈ പറയാൻ. ലെസ്റ്റ് ഷീ ബി ലേറ്റ് ഫോർ ഓഫീസ് ബിക്കോസ് ഓഫ് മീ. അല്ലെങ്കിൽ എന്താവും, ഞാനിപ്പോൾ പോയില്ലെങ്കിൽ അവൾ എന്നെ കാരണത്താൽ ഓഫീസിൽ ലേറ്റ് ആകും. ഐ ടുക്ക് ദ പെർമിഷൻ ഓഫ് മൈ ഹോസ്റ്റസ് ആൻഡ് ഗോട്ട് ഓഫ് ഫ്രം ദ ടേബിൾ. ഞാൻ എൻ്റെ ആതിഥേയയുടെ പെർമിഷൻ വാങ്ങിയിട്ട്, അനുവാദം വാങ്ങി ഞാൻ ടേബിളിൽ നിന്നും എണീറ്റു. മാഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹാൾ. മാഗി ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഷീ വാസ് വിയറിങ് ബ്ലാക്ക്. അവൾ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. ഇവിടെ ബ്ലാക്ക് ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? അവർ മോർണിംഗിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അവരൊരു ദുഃഖാചരണത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാങ്ക് കൊല്ലപ്പെട്ടതിൻ്റെ ദുഃഖാചരണത്തിലാണ് മാഗിയും ഫാമിലിയും. അതുകൊണ്ട് ആ ദുഃഖസൂചകമായിട്ടാണ് കറുപ്പ് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഐ ടുക്ക് ഹർ ഇൻ ടു ദ അഡ്ജോയിനിങ് ലൈബ്രറി ആൻഡ് മെയ്ഡ് ഹർ സിറ്റ് ഡൗൺ. ഞാൻ അവളെ തൊട്ടടുത്ത ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, ലൈബ്രറി റൂമിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയി ഇരിക്കാൻ പറഞ്ഞു. ആർ യു ലീവിങ് ടുഡേ? ഷീ ആസ്ക്ഡ്. മാഗി ചോദിച്ചു, നിങ്ങൾ ഇന്ന് പോവുകയാണോ? യെസ് മാഗി, ടുഡേ ഈസ് ദ ഡേ ഓഫ് മൈ ഡിപ്പാച്ചർ. ഇന്നാണ് ഞാൻ പോകുന്നത്, എൻ്റെ വിടവാങ്ങലിൻ്റെ ദിവസം ഇന്നാണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് യുവർ കൺട്രി? നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ എത്ര സമയമെടുക്കും? എ ലിറ്റിൽ മോർ ദാൻ 2 വീക്സ്. 2 ആഴ്ച അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലോ? ഇൻ വാട്ട് പാർട്ട് ഓഫ് ദ കൺട്രി ഡു യു ലീവ്? നിങ്ങൾ ആ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്താണ് താമസിക്കുന്നത്?
ഐ ഹാവ് എൻറ്റേർഡ് ദ പഞ്ചാബ് സിവിൽ സർവീസ്. ഞാൻ പഞ്ചാബ് സിവിൽ സർവീസിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഐ ഷാൽ നോട്ട് നോ എക്സാക്ട്ലി വെർ ഐ എം പോസ്റ്റഡ് അൻറ്റിൽ ഐ അറൈവ് ദർ. പക്ഷേ ഞാൻ അവിടെ എത്തിച്ചേരുന്നത് വരെ കറക്റ്റായിട്ട് ഞാൻ എന്നെ എവിടേക്കാണ് പോസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈസ് ദ ഫ്രണ്ടിയർ വെരി ഫാർ ഫ്രം ദ. അവിടെ നിന്നും അതിർത്തി വളരെ അകലെയാണോ? നോ, നോട്ട് വെരി, അത്രയൊന്നുമല്ല. ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മൺറോ. ഫോർട്ട് മൺറോയിലാണ് ഫ്രാങ്കിനെ ബറി ചെയ്യുക പറഞ്ഞാൽ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിയർ ഡെറാകാസിഗാൻ. ഡെറാകാസിഗാൻ്റെ അടുത്ത്. ദ ഗേൾസ് ഐസ് വർ ഫിൽഡ് വിത്ത് ടിയേഴ്സ് ആസ് ഷീ സ്പോക്ക്. അവൾ സംസാരിച്ച് വരുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ഐ ഷാൽ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു യു. ഞാൻ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ തീർച്ചയായും നിൻ്റെ ബ്രദറിൻ്റെ ഗ്രേവ് എന്ന് പറഞ്ഞാൽ ആ കുഴിമാടം ഞാൻ വിസിറ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇറ്റ് വോണ്ട് ബി ട്രബിൾസം ഫോർ യു. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഓർ ഇൻകൺവീനിയൻറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യമാകുമോ? മാഗി ആസ്ക്ഡ്. വൈ ഷുഡ് ഇറ്റ് ബി? ഡെറാകാസിഗാൻ ഈസ് നോട്ട് വെരി ഫാർ ഫ്രം വേർ ഐ ഷാൾ ബി. ഡെറാകാസിഗാൻ എന്തായാലും ഞാൻ വർക്ക് എൻ്റെ ആ സ്ഥലത്തു നിന്നും അധികം അകലെ ആയിരിക്കില്ല. ഇറ്റ് വിൽ സർട്ടൻലി ബി പോസിബിൾ ഫോർ മീ ടു ഗോ ദർ സം ഡേ. ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് എന്തായാലും അവിടെ പോകാൻ സാധിക്കും. ഐ വിൽ റൈറ്റ് ആൻഡ് ടെൽ യു എബൌട്ട് ഇറ്റ്. ഞാൻ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എഴുതാം. മാഗീസ് ഫേസ് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. മാഗിയുടെ മുഖത്ത് അവളുടെ ആ നന്ദി പ്രകടമായിരുന്നു. ആസ് ഷീ താങ്ക്ഡ് മീ ഹർ വോയിസ് ചോക്ക്ഡ്. അവൾ എന്നോട് താങ്ക്സ് പറഞ്ഞപ്പോഴേക്കും അവളുടെ സൗണ്ടൊക്കെ അവളുടെ വളരെ എന്താ പറയുക, ആ ഒരു ഇമോഷണലായിട്ട് അവളുടെ സൗണ്ടൊക്കെ ആകെ മാറി. ഷീ ടുക്ക് എ ഷില്ലിങ് ഔട്ട് ഓഫ് ഹർ പോക്കറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദി ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ. അവൾ അവളുടെ പോക്കറ്റിൽ നിന്നും ഒരു ഷില്ലിങ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാണയം, ഷില്ലിങ് എടുത്തിട്ട് അവിടെ എൻ്റെ മുന്നിലുള്ള ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു എന്ത്, സേയിങ് പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദിസ് ഷില്ലിങ്. എന്നിട്ട് പറഞ്ഞു പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദിസ് ഷില്ലിങ് വെൻ യു ഗോ. നിങ്ങൾ പോകുന്ന സമയത്ത് ഈ ഷില്ലിങ് ഉപയോഗിച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങണം. ആൻഡ് ലേ ദം ഓൺ മൈ ബ്രദേഴ്സ് ഗ്രേവ് ഫോർ മീ. എന്നിട്ട് എനിക്ക് വേണ്ടി എൻ്റെ ബ്രദറിൻ്റെ ആ ഗ്രേവിൽ, ആ കുഴിമാടത്തിൽ എനിക്ക് വേണ്ടി അവ വെക്കണം. ഇൻ മൈ ഇമോഷൻ ഐ ലോവേർഡ് മൈ ഐസ്. എനിക്ക് ഞാൻ ഇമോഷണലായിട്ട് ഞാൻ എൻ്റെ കണ്ണുകൾ താഴ്ത്തി. ദ ചൈൽഡ് ഹാഡ് ഏൺഡ് ദ ഷില്ലിങ് വിത്ത് സോ മച്ച് ടോയിൽ. അവൾ വളരെയധികം അധ്വാനിച്ച്, വളരെയധികം ടോയിൽ എന്ന് പറഞ്ഞാൽ അധ്വാനം, പരിശ്രമം എന്നൊക്കെ പറയാം. അപ്പോൾ വളരെയധികം അധ്വാനിച്ചു കൊണ്ടാണ് അവൾ ആ ഒരു ഷില്ലിങ് നേടിയെടുത്തത്. ഐ ഫെൽറ്റ് ലൈക്ക് റിട്ടേണിങ് ഇറ്റ് ടു ഹർ. ഞാനത് അവൾക്ക് തിരിച്ചു നൽകിയാലോ എന്ന് വിചാരിച്ചു. എക്സ്പ്ലെയിനിങ് ദാറ്റ് ഇൻ അവർ കൺട്രി ഫ്ലവേഴ്സ് ഗ്രോ ഇൻ ഗ്രേറ്റ് പ്രൊഫ്യൂഷൻ ആൻഡ് ഡു നോട്ട് ഹാവ് ടു ബി പർച്ചേസ്ഡ്. എന്ത് പറഞ്ഞിട്ടാണ് ഷില്ലിങ് എനിക്ക് വേണ്ട, കാരണം ഞങ്ങളുടെ നാട്ടിൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഉണ്ട്, അത് ഒരിക്കലും പണം കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ ഷില്ലിങ് ഞാൻ അവൾക്ക് തിരികെ കൊടുത്താലോ എന്ന് കരുതി. ബട്ട് ഐ റീകൺസിഡേർഡ്. പക്ഷെ ഞാൻ ഒന്നുകൂടെ പുനരാലോചിച്ചു. വൈ ഷുഡ് ഐ ഡിപ്രൈവ് ഹർ ഓഫ് ദ ജോയ് ദിസ് സാക്രിഫൈസ് വുഡ് ഗിവ് ഹർ. ഈ ഒരു സാക്രിഫൈസ്, ഈ ഒരു ത്യാഗം അവൾക്ക് നൽകുന്ന ആ ഒരു ജോയ് ഉണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു സന്തോഷം ഞാൻ എന്തിന് ഞാനത് ഇല്ലാതാക്കണം. All that this shilling could have given her, she was foregoing for the love of her brother. ഈ ഒരു ഷില്ലിങ് അവൾ നേടിയെടുത്തതും എന്നോട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞതൊക്കെ എന്തിനാണ്? അവൾക്ക് അവളുടെ ആ ബ്രദറിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ദ ജോയ് ഓഫ് ഡൂയിങ് ഇറ്റ് വാസ് ബിയോണ്ട് ഓൾ പ്രൈസ്. ഈ ഒരു കാര്യം ചെയ്താലുള്ള ആ ഒരു സന്തോഷം, അത് വിലമതിക്കാനാവാത്തതാണ്. അതിനൊരിക്കലും നമുക്ക് പ്രൈസ് പറയാൻ പറ്റില്ല. ദ ഗ്രീഫ് ഇൻ ഹർ ഹാർട്ട് വുഡ് ബി ഈസ്ഡ് എ ലിറ്റിൽ. അവളുടെ മനസ്സിൽ ആ ഒരു ദുഃഖം, ഗ്രീഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ദുഃഖം കുറച്ചെങ്കിലും ഈ ഒരു കാര്യം കൊണ്ട് കുറയാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഗുഡ് വുഡ് ഇറ്റ് ഡു ടു ഡിപ്രൈവ് ഹർ ഓഫ് ഇറ്റ്. പിന്നെ എന്തിന് ഞാൻ അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം. ഐ പിക്ഡ് അപ്പ് ദ ഷില്ലിങ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഷില്ലിങ് എടുത്തു. മാഗി, ഐ സെഡ്, ഐ ഷാൽ യൂസ് ദിസ് ഷില്ലിങ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. മാഗി, ഞാൻ പറഞ്ഞു മാഗി, ഞാൻ ഈ ഷില്ലിങ് വെച്ചിട്ട് ഞാൻ ഫ്ലവേഴ്സ് വാങ്ങാം, എന്നിട്ട് ഞാൻ നിൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൽ അത് വെക്കാം. മാഗി സ്റ്റുഡ് അപ്പ്. മാഗി എണീറ്റു. ഹൗ ക്യാൻ ഐ താങ്ക് യു. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നന്ദി പറയുക? ഷീ സെഡ്, നൗ ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഗോ ടു വർക്ക്. ഇപ്പോൾ എനിക്ക് വർക്കിന് പോകാൻ സമയമായിട്ടുണ്ട്. ഗുഡ് ബൈ, റിമെമ്പർ ടു റൈറ്റ്. എഴുതാൻ മറക്കരുത്. ഐ ഗോട്ട് അപ്പ് ആൻഡ് ടുക്ക് ഹർ ഹാൻഡ് ഇൻ മൈ. ഞാൻ എണീറ്റ് അവളുടെ കൈ പിടിച്ചു. ഗുഡ് ബൈ മാഗി, ഗോഡ് ബ്ലസ് യു, ഐ സെഡ് ആൻഡ് പ്രസ്ഡ് ഹർ ഹാൻഡ് ടു മൈ ലിപ്സ്. എന്നിട്ട് ഞാൻ അവളുടെ കൈകൾ എൻ്റെ
ലിപ്സ് എൻ്റെ ചുണ്ടിൽ വെച്ചു. മാഗി ലെഫ്റ്റ്, മാഗി പോയി. ഐ വൈപ്ഡ് എ ടിയർ ഓർ ടു ഫ്രം മൈ ഐസ് ആൻഡ് വെൻറ്റ് അപ്സ്റ്റേഴ്സ് ടു പാക്ക് മൈ ബാഗ്സ്. എൻ്റെ മാഗി പോയതിന് ശേഷം എൻ്റെ കണ്ണുകളിൽ നിന്നും 1-2 തുള്ളി കണ്ണുനീർ ഞാൻ തുടച്ചു. എന്നിട്ട് എൻ്റെ ബാഗ്സ് പാക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചു പോയി. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോറി. ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നതിന് അധികം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഇനി എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.